പത്തരമാറ്റ സീരിയലിലെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശനെയും മുത്തശ്ശിയും സോപ്പിട്ട് വെച്ചിട്ട് എന്നെ അങ്ങ് ഭരിക്കാൻ വേണ്ടി നോക്കണ്ട നീ എന്ന് ആദർശ് നയനയുടെ അടുത്ത് പറയാണ് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ നയന പറയുന്നുണ്ട്, ഞാൻ ആരെയും ഭരിക്കാൻ വേണ്ടി നോക്കുന്നില്ല, പക്ഷെ എൻ്റെ ഭർത്താവ് ആരാണ് എന്താണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നാണേ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് നയനയല്ല നവ്യയാണ് കേട്ടോ ഇപ്പോൾ കുറ്റം പറയുന്നത്. നവ്യയുടെ അമ്മായിമ്മ തന്നെ നവ്യയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ അനിയത്തി മിടുക്കിയാണ്, അവള് കഴിവുള്ളവളുമാണ്, എന്നാൽ നിന്നെ കൊണ്ട് ഒരു ഉപകാരമോ ഒരു പ്രയോജനവും നിനക്കൊട്ടും കഴിവില്ല എന്ന് പറഞ്ഞിട്ട് അടിച്ചമർത്തുന്ന രീതിയിൽ തന്നെ നവ്യയുടെ അടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അഭിയും ഇതേ വാക്കുകൾ തന്നെയാണ് പറയുന്നത്. അവളുടെ തലയിൽ നല്ല തലച്ചോറുണ്ട് എന്നും നിനക്ക് എന്നെ ഇട്ട് വട്ടം കറക്കാനല്ലാതെ നിന്നെ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല, അവളെ തൊടാൻ പോലും നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ് കേട്ടോ നവ്യയുടെ അടുത്ത് അഭി. തുടർന്ന് അനന്തപുരി തറവാട്ടിലേക്ക് നമ്മുടെ നന്ദു കയറി വരികയാണ് കേട്ടോ. നന്ദുവിന്റെ വരവ് കാണുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട് കേട്ടോ, രണ്ടെണ്ണം അർഹതയില്ലാതെ ഇതിനകത്ത് കയറി പറ്റി, ഇനിയിപ്പോ മൂന്നാമത്തെ ഒരാളും കൂടി വന്നിരിക്കുകയാണ്, ഇനി ഇവിടെ ഒരു പയ്യനുണ്ടല്ലോ, ജാനകിയുടെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ മോൻ തന്നെ, അവനെ വശത്താക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു വിട്ടതായിരിക്കും ഇവളെ എന്നാണ് കേട്ടോ നന്ദുവിന്റെ വരവ് കണ്ടിട്ട് പറയുന്നത്. നന്ദു ശരിക്കും ചേച്ചിമാരെ കാണാൻ വേണ്ടി വരികയാണ്, പക്ഷേ നന്ദുവിനെയും കൂടി എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടതാണ് കനക എന്ന മട്ടിലാണ് കേട്ടോ ജലജ സംസാരിക്കുന്നത്. എന്നാൽ ഇപ്പം നവ്യയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു തീരുമാനമായ മട്ടിലാണ്. നവ്യയെ കൊണ്ട് ഒരു കഴിവുമില്ല, ഒന്നിനും കൊള്ളില്ല എന്നുള്ള കാര്യം അനന്തപുരി തറവാട്ടിലെ എല്ലാവർക്കും മനസ്സിലാവാണ് കേട്ടോ ചെയ്യുന്നത്. നയന നല്ല സ്റ്റാർ ആവുകയും ഒന്നിനും കൊള്ളവില്ലാത്തവളായിട്ട് നവ്യയെ ചിത്രീകരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുക. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്